എസ്.കെ. ഹരിനാഥ് എഴുതിയ കറുത്തച്ഛൻ. മലയാള സാഹിത്യത്തിൽ ഭീതിയെ അക്ഷരങ്ങളിലൂടെ അനുഭവിക്കുന്ന അസാധാരണ രചന. ഒരു ആത്മഹത്യയിൽ നിന്ന് തുടങ്ങി സംഭവ ബഹുലമായ പല വഴിത്തിരിവുകളിലൂടെ സഞ്ചരിച്ച് വായനക്കാരെ പിടിച്ചിരുത്തുന്ന രചന. ഭീതിയുടെ ചുരുളഴിയാത്ത കറുത്തച്ഛൻ മേടിൻ്റെ കഥ പറയുന്ന നോവൽ. ഈ നോവലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും, നിഴൽ പോലെ ആരോ പിന്തുടരുന്നുണ്ടോ എന്നുറപ്പുവരുത്താൻ. വായനക്കാരെ തൻ്റെ ഭയാനകമായ വലയത്തിനുള്ളിൽ ആക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ. ഓരോ വാചകത്തിലും ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അടുത്തത് എന്തു സംഭവിക്കും എന്ന ചിന്ത വായനക്കാരെ കഥയ്ക്കുള്ളിൽ കുരുക്കിയിടുന്നു. പ്രേതങ്ങളിലും ആത്മാക്കളിലും വിശ്വാസമില്ലാത്ത ഐറിൻ എന്ന പെൺകുട്ടി ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നു. പക്ഷേ ആ വെല്ലുവിളി അവളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ആത്മഹത്യയിലാണ്. തൻ്റെ ഉറ്റ സുഹൃത്തായ ഐറിൻ്റെ ആത്മഹത്യയുടെ കാരണമന്വേഷിച്ച് പുറപ്പെടുന്ന ഷെഫീഖ് എത്തിപ്പെട്ടത് കേട്ടുകേൾവിയില്ലാത്ത കറുത്തച്ഛൻ മേട് എന്ന നിഗൂഢമായ ഇടത്താണ്. ഷെഫീഖിനൊപ്പം നോഷി, ഭവേഷ്, സൈമൺ എന്നിവരും ഈ അന്വേഷണത്തിനൊപ്പം ചേരുന്നു. ഒരു സാധാരണ ആത്മഹത്യയിൽ നിന്നും അമാനുഷികതയുടെ തലത്തിൽ എത്തുന്ന ഈ കഥ വായനക്കാരെ ദുരൂഹതയുടെ ഭീതിയുടെ ലോകത്ത് കൊണ്ടുചെന്നെത്തിക്കുന്നു. സാത്താൻ മതപ്രചരണം നടത്തി വന്ന ആറംഗ കുടുംബവും അവരുടെ മരണവും തുടർന്ന് പുളവൻ മലയുടെ താഴ്വാരമായ നരിപ്പാറയിൽ നിന്നുള്ള ആറാനക്കാടിനകം കറുത്തച്ഛൻ മേടാക്കി മാറ്റി. ആകാംക്ഷയും ഭയവും കലർന്ന ഒരു അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്.